LDC 2024 കൊല്ലം കണ്ണൂർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യമാണ് മാലദ്വീപ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിന് നെഹ്റുവിനൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആൻസർ VP മേനോൻ ആണ്. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് തിരിച്ചറിയുക. ബ്രസൽസ് ആണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായത് 2ഉം 4ഉമാണ് ശരിയായത്. ആത്മവിദ്യാ സംഘം ബാഗ്പടാനന്ദ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടാണ്. ഇന്ത്യക്ക് സാധ്യത നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ഇവിടെ ആൻസർ 1 ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനെ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് എന്നതാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ എന്ന് വെച്ചാൽ 2ഉം 3ഉമാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ? മേരി ആൻറ്റോയിനേറ്റ് ആണ്. പെൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഗ്രീനിച്ച് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, ഗുജറാത്ത്, ത്രിപുര. എൽ നീനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കേ അമേരിക്കയാണ്. വേനൽക്കാലത്ത് വടക്കൻ സമതലത്തിൽ വീശുന്ന കാറ്റിൻ്റെ പേരാണ് ലൂ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? വിദേശ കറൻസിക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവന ശരിയല്ലാത്തത്. ഗ്രാമീണ അസമത്വമാണ് ശരിയല്ലാത്തത്. ഉൽപ്പാദനത്തിലും ഉൽപ്പാദനക്ഷമതയിലുമുള്ള വർധനവ്, വരുമാന വർധനവ്, തൊഴിൽ വർധനവ് എന്നിവയൊക്കെ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ്. എന്തൊക്കെയാണ്? ഉൽപ്പാദനത്തിലും ഉൽപ്പാദനക്ഷമതയിലും വർധനവ്, വരുമാന വർധനവ്, തൊഴിൽ വർധനവ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സാമ്പത്തിക പരിഷ്കരണാനന്തരം കാലഘട്ടത്തിൽ പുറംകരാർ നൽകൽ അല്ലെ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവയെന്ന് വെച്ചാൽ വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ്. ഇവിടെ ആൻസർ ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക് എന്ന്. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. അപ്പോൾ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറ, വ്യവസായവൽക്കരണത്തിൻ്റെ അടിസ്ഥാന, പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകാരണം. ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ആൻസർ പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. എന്താണ് മുദ്രാ പദ്ധതിയുടെ ലക്ഷ്യം? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെ? സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക്, ഭിന്നശേഷിക്കാർ. താഴെ പറയുന്ന ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്ക്, വ്യവസായശാലയിലെ തൊഴിലാളികൾ,